നമ്മൾ ഈ പയറും വെണ്ടയ്ക്കയും കോവയ്ക്കായും ഒക്കെ തോരനും മെഴുക്കുവരട്ടിക്കൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളത്തിൽ നല്ലപോലെ മുക്കി വെച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത പയറിനെ കണ്ടില്ലേ, ഇതിങ്ങനെ ഞാൻ ചെറുതാക്കി തോരൻ്റെ പരുവത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ തവിക്ക് ഒരു 1.5 തവി തേങ്ങ, നമ്മുടെ പയറിനനുസരിച്ച് തേങ്ങ എടുക്കണേ. അപ്പോൾ ഇതൊരു 250 ഗ്രാം പയർ കാണും. അപ്പോൾ ഞാനൊരു 1.5 തവി തേങ്ങ, അതിലോട്ട് ഒരു 2-3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക് എരിവിനനുസരിച്ചിട്ടാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകവും ഇടാം. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ, അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് ആ ചതച്ച് വെച്ച തേങ്ങയുടെ കൂട്ടില്ലേ അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ആ ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞ് വെച്ച പയറും കൂടി ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ആ തേങ്ങയും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം മതി, ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ചൊന്ന് വേവാൻ വെക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, പയറിൻ്റെ കളർ ഇപ്പോഴും ഒരു ഗ്രീൻ കളറിൽ തന്നെ ഇരിക്കുന്നല്ലേ. അതൊന്ന് മാറി ഒന്ന് ലൈറ്റ് ഗ്രീനൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും അത് വെന്തെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു 5-6 മിനിറ്റ് എടുത്ത് എൻ്റെ ഈ പയർ വേവാനേ. കണ്ടില്ലേ, ആ കളറൊക്കെ മാറി ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി പയർ തോരൻ റെഡി.